ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് റവ കാച്ച അല്ലെങ്കിൽ നമ്മളെ തരിക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. റമദാനിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണല്ലോ ഇത്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം വെള്ളത്തേക്ക് 2-3 കപ്പ് വെള്ളം, അതിലേക്ക് ഏലക്കായും ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഇത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. റവ 2-3 ചെറിയ കയ്യിൽ, അല്ലെങ്കിൽ ഒരു കപ്പ് എന്ന് പറയാൻ പറ്റൂല, ടേബിൾ സ്പൂൺ മതി. അതിലേക്ക് നമ്മൾ അപ്പോൾ ഇതിന് വെള്ളം തിളച്ചിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുക. അപ്പോൾ എന്നിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് പഞ്ചസാര ഒന്ന് അലിഞ്ഞ ശേഷം അതിലേക്ക് നമ്മളെ ഈ ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. കുറച്ചിട്ടാൽ മതി. റവ നല്ല പോലെ കണ്ട് ക്വാണ്ടിറ്റി ഉണ്ടാവും. നമ്മൾ കുറച്ചിട്ടാൽ തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്, അത്ര മതിയെന്ന്. പിന്നെ നമ്മൾ 3 കപ്പ്, നമ്മൾ വീട്ടിലധികം ആൾക്കാരില്ലല്ലോ, 3 കപ്പ് വെള്ളത്തേക്കാണ് നമ്മൾ ഈ കുറച്ച് റവ ചേർക്കണുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് കൂവപ്പൊടി ഇല്ലേ, കൂവപ്പൊടി കുറച്ച് ഞാൻ ആരോ റൂട്ട് അത് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കണം. അത് നല്ലതാണ്. നമ്മൾ ഈ യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനത്തെ നമ്മൾ ഈ നോമ്പ് നോൽക്കുമ്പോൾ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യണത് നല്ലതാട്ടോ. അത് കുറച്ച് ചേർക്കുക. അപ്പോൾ കുറച്ചൊരു കട്ടിയും കിട്ടും, നല്ലതുമാണ് ഹെൽത്തിന്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങാപ്പാൽ, ഞാനിവിടെ ഒരു അരമുറി തേങ്ങേൻ്റെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള പാലായിരുന്നു. പാൽ കൊടുത്തപ്പോൾ ഉപ്പ്, പഞ്ചസാര, ഏലക്കായ്, പിന്നെ റവ അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിന് വേണ്ട ചേർത്തിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. പിന്നെ അതെ നമ്മൾ നെയ്യിലേക്ക് ചെറിയ ഉള്ളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർത്താം. പക്ഷേ അത് ഇഷ്ടമില്ലാത്തവർക്കും ഇത് റവയിലേക്ക് ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറിയ ഉള്ളിയും കൂടെ നല്ലപോലെ ഒന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കത്. സത്യം പറഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് റവ അതാന്ന് പറയുമ്പോഴത്തേന് തിളച്ചാവും. അപ്പോൾ പെട്ടെന്ന് റെഡി ആവണ ഒരു സാധനമാണ്. നമ്മളെ നല്ല ക്ഷീണമൊക്കെ മാറാനും, ഈ ഇതൊരു കപ്പോ ഒരു ഗ്ലാസ്സോ കുടിച്ചാൽ നമുക്ക് പെട്ടെന്ന് നോമ്പിന് ക്ഷീണം മാറും.